നൈസ് അറബിക്കിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സാധാരണ നമ്മുടെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ ഊന്നി പറയാൻ വേണ്ടി, അതല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചൊരു പ്രത്യേക മുന്നറിയിപ്പ്, ഒരു പരിഗണന, അതിൻ്റെ ഗൗരവം ശ്രോതാവിനെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപരനെ അറിയിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പറയാൻ പോകുന്ന വിഷയം ഒന്ന് പ്രത്യേകം പരിഗണിക്കണം എന്ന അർത്ഥത്തിന്. ഇതേ അർത്ഥത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് തറ എന്നത്. യഹ്ദർ, നീ പ്രത്യേകം സൂക്ഷിക്കുക, അതുപോലെ തന്നെ യഅലം, നീ അറിയുക, അതുപോലെ തന്നെ ഒരു പ്രത്യേക പരിഗണനയോടുകൂടി ശ്രദ്ധിക്കുക എന്നൊക്കെ അർത്ഥത്തിനാണ്. ലിറ്ററേച്ചർ അറബിയിൽ യഹ്ദർ എന്നും യഅലം എന്നുമൊക്കെ പറയുന്ന സ്ഥാനത്ത് സ്പോക്കൺ അറബിയിൽ ഖലീജി ഡയലക്റ്റുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന പദമാണ് തറ എന്നത്. സാധാരണ നമ്മൾ അറബികളിൽ നിന്ന് അറബിയുടെ സംസാരത്തിൽ കൂടുതൽ കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് തറ എന്നത്. ബി കെയർഫുൾ, പ്രത്യേകം സൂക്ഷിക്കുക എന്ന് പറയാൻ വേണ്ടി തറ എന്നുപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അറിയുക എന്നതിനും പ്രത്യേകം പരിഗണിക്കുക എന്നതിനും, പറയാൻ പോകുന്ന വിഷയം ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്നതാണ് എന്നതിനും, അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്നതിനും ഉപയോഗിക്കുന്ന ഒരു പദമാണ് തറ എന്നത്. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ അത് മനസ്സിലാക്കാം. തറ അൽ മൗലു മു സഹിൽ. തറ അൽ മൗലു മു സഹിൽ. മനസ്സിലാക്കേണ്ടത് അൽ മൗലു മു സഹിൽ, വിഷയം ലളിതമല്ല. സാധാരണ നമ്മൾ പറയാറുണ്ടാണ് വിഷയം അത്ര നിസ്സാരമല്ല എന്നതിൻ്റെ ആ ഒരു പ്രയോഗമാണ് തറ അൽ മൗലു മു സഹിൽ. ഇവിടെ ഈ തറ എന്ന പദം, അൽ മൗലു മു സഹിൽ, വിഷയം ലളിതമല്ല, നിസ്സാരമല്ല എന്ന് പറയുന്നതിൻ്റെ മുമ്പ് തറ എന്ന പദം ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഒരു മീനിങ്, അതിൻ്റെ ഒരു വിവക്ഷ അർത്ഥം, കാര്യം അത്ര നിസ്സാരമല്ല, വിഷയം അത്ര ലളിതമല്ല, യഹ്താജ് ജുഹുദ് വ തർക്കീസ്, പ്രത്യേക ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാണ് എന്ന അർത്ഥം അതിൽ നിന്ന് കിട്ടുന്നത്. മറ്റൊരു ഉദാഹരണം, തറ അനഗിൽ തില്ലക് മിങ്കബിൽ. ഇപ്പോൾ സാധാരണ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അതിനെപ്പറ്റി ഒരു തുടർ സംഭാഷണമൊക്കെ വരുമ്പോൾ, അതല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ നിന്നോടത് ആദ്യമേ പറഞ്ഞതാണ്. ആ ഒരു രീതിയിലുള്ള അറബി പദമാണ് തറ അനഗിൽ തില്ലക് മിങ്കബിൽ. തറ, നീ ഓർക്കണം, അവിടെ അങ്ങനെയാണ്, ഞാൻ അനഗിൽ തില്ലക് മിങ്കബിൽ, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ എൻ്റെ വാക്ക് പരിഗണിച്ചില്ല, എൻ്റെ വാക്ക് നീ ശ്രദ്ധിച്ച് കേട്ടില്ല എന്നൊക്കെ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഒരു ശൈലി കിട്ടാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ഞാൻ മുമ്പേ ഇത് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ എന്നതിനാണ് ഇവിടെ തറ അനഗിൽ തില്ലക് മിങ്കബിൽ എന്ന അനഗിൽ തില്ലക് മിങ്കബിൽ എന്ന പദത്തിൻ്റെ മുമ്പ് തറ എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തറ അനഗിൽ തില്ലക് മിങ്കബിൽ, ഓർക്കണം, അല്ലെങ്കിൽ നീ അറിയണം, അനഗിൽ തില്ലക് മിങ്കബിൽ, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം, തറ അൽ അസ്ആർ മുർത്തഫ ഹാൽ അയ്യാം. തറ അൽ അസ്ആർ മുർത്തഫ ഹാൽ അയ്യാം, ഈ ദിവസങ്ങളിൽ വില കൂടുതലാണ്, വില കൂടുതലുള്ള സമയമാണിത്, പ്രൈസ് ഇൻക്രീസ് ആയ സമയമാണിത്. തറ മനസ്സിലാക്കുക, അൽ അസ്ആർ മുർത്തഫ,
പ്രൈസുകൾ കൂടുതലാണ്. ഹാൽ അയ്യാം, ഹാദൽ അയ്യാം എന്ന് സൗദി ഡയലക്റ്റിലും ഇമാറാത്തി UAE ഡയലക്റ്റിൽ ഹാൽ അയ്യാം എന്നും പറയും, ഈ ദിവസങ്ങൾ. അപ്പോൾ അൽ തറ മനസ്സിലാക്കണം, അവിടെ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അൽ അസ്ആർ മുർത്തഫ, വില കൂടുതലാണ് ഹാൽ അയ്യാം, ഈ ദിവസങ്ങളിൽ. അവിടെ അതിൻ്റെ അർത്ഥം വരുന്നത്, വിവക്ഷാർത്ഥം വരുന്നത്, നീ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, ഈ ദിവസങ്ങളിൽ വില കൂടുതലുള്ള ദിവസങ്ങളാണ്. ഇനി മറ്റൊരു ഉദാഹരണം, തറ അൽ ജൗ ബിയസീർ ബാരിദ് ഗരീബ്. തറ അൽ ജൗ ബിയസീർ ബാരിദ് ഗരീബ്. മനസ്സിലാക്കണം, ക്ലൈമറ്റ് താമസിയാതെ തണുപ്പാവും. ക്ലൈമറ്റ് അടുത്ത് തന്നെ തണുപ്പായി മാറും. അതാണ് തറ, നീ മനസ്സിലാക്കുക, അറിയുക. അൽ ജൗ ക്ലൈമറ്റ്, ബിയസീർ ആയിത്തീരും, അത് അങ്ങനെ ആവും. ബിയസീർ ബാരിദ് തണുപ്പ്, ബർദ് ബാരിദ് തണുപ്പുള്ളത്, ഗരീബ് അടുത്ത് തന്നെ. അപ്പോൾ അധികം താമസിയാതെ ക്ലൈമറ്റ് തണുപ്പായി മാറും. അവിടെ അതിൻ്റെ ഒരു വിവക്ഷാർത്ഥം എന്നത് ഇങ്ങനെ നമുക്ക് അറബിയിൽ തന്നെ അതിനെ മനസ്സിലാക്കാം. തറ അൽ ജൗ ബിയസീർ ബാരിദ് ഗരീബ്, ഖുദ് മഅക് ജാക്കറ്റ്. ക്ലൈമറ്റ് പെട്ടെന്ന് തണുപ്പാവാൻ സാധ്യത ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ തണുപ്പാവും. അതുകൊണ്ട് നിൻ്റെ കൂടെ ഒരു ജാക്കറ്റും കരുതുക. ഖുദ് മഅക്, നിൻ്റെ കൂടെ എടുക്കുക ജാക്കറ്റ്. ജാക്കറ്റ് കൂടി ഇപ്പോൾ പുറത്തു പോകുന്നൊരു വ്യക്തിയോടൊക്കെ പറയുന്നൊരു ഉപദേശമാണ്. തറ അൽ ജൗ ബിയസീർ ബാരിദ് ഗരീബ്, അടുത്ത് തന്നെ ക്ലൈമറ്റ് തണുപ്പാവും. അതുകൊണ്ട് ഖുദ് മഅക് ജാക്കറ്റ്, നിൻ്റെ കൂടെ ഒരു ജാക്കറ്റ് കൂടി കരുതുക. മറ്റൊരു ഉദാഹരണം, തറ ഇല്ലി ഗാലൂ മുസഹീഹ്. അവർ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ എന്താണ് മനസ്സിലാക്കുക, അവരാ പറഞ്ഞ കാര്യം ശരിയല്ല. അപ്പോൾ അതിൻ്റെ ഒരു വിവക്ഷാർത്ഥം, കേട്ട കാര്യങ്ങളൊക്കെ അപ്പടി വിശ്വസിക്കേണ്ടതില്ല, കാരണം പറഞ്ഞത് എല്ലാം ശരിയല്ല. അതുപോലെ തന്നെ തറ മാ ഇൻദി വക്ത് അല്യൗം. തറ മാ ഇൻദി വക്ത് അല്യൗം, നീ അറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നീ ഓർക്കണം കേട്ടോ. മാ ഇൻദി വക്ത് അല്യൗം, ഇന്നെനിക്ക് സമയമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിവക്ഷാർത്ഥം ഈ തറ എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്നത്, ഇതാ ബി തഹ്താജ് ഷൈ, നിനക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ എന്നോട് ഖബ്ബിർനി മിമ്പദിരി, ഖബ്ബിർനി മിമ്പദിരി, നേരത്തെ തന്നെ എന്നെ അറിയിക്കണം. ഇതാ ബി തഹ്താജ് ഷൈ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഖബ്ബിർനി മിമ്പദിരി, നേരത്തെ എന്നെ അറിയിക്കുക. തറ മാ ഇൻദി വക്തല്യോ, ഓർക്കുക, മനസ്സിലാക്കണം, ഇന്നെനിക്ക് സമയമില്ല. അപ്പോൾ ഈ തറ എന്ന വാക്ക് കൊടുത്തപ്പോൾ പിന്നെ ഇതാ ബി തഹ്താജ് ഷൈ ഖബ്ബിർനി മിമ്പദിരി എന്ന് പറയേണ്ട ആവശ്യമില്ല. തറ, നീ പ്രത്യേകം ഓർത്ത് മനസ്സിലാക്കുക, മാ ഇൻദി വക്തല്യോ, ഇന്ന് എനിക്ക് സമയമില്ല. ഇതാ ബി തഹ്താജ് ഷൈ ഖബ്ബിർനി മിമ്പദിരി. മിമ്പദിരി എന്ന് പറഞ്ഞാൽ ഏളി, അല്ലെങ്കിൽ നേരത്തെ എന്നെ അറിയിക്കുക എന്നാണ്. അപ്പോൾ ഇതാ ബി തഹ്താജ് ഷൈ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഖബ്ബിർനി മിമ്പദിരി, എന്നോട് നേരത്തെ അറിയിക്കുക. ഖബ്ബിർനി, എന്നെ അറിയിക്കുക, മിമ്പദിരി, നേരത്തെ. തറ മാ ഇൻദി വക്ത് അല്യൗം, ഇന്ന് എനിക്ക് സമയമില്ല എന്ന് നീ മനസ്സിലാക്കുക. ഇവിടെ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രത്യേക മീനിങ് കിട്ടുന്ന ഒരു പദമാണ് അറബികൾ സ്ഥിരമായി അവരുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന തറ എന്ന പദം.